തൊട്ടപ്പുറത്തുള്ള വീട് അത് എന്റെ ബന്ധുവിന്റെ വീടാണ് എന്നെടുത്തപ്പോ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട് അത് എന്റെ ബന്ധുവിന്റെ വീടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അഷ്റഫി പെട്ടെന്ന് വീട്ടിലേക്ക് വരണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനങ്ങനെ ആ വീട്ടിലേക്ക് പോകുന്നു. എനിക്കറിയാ 23 വയസ്സുള്ള പ്രിയപ്പെട്ട നുസൈബ എന്ന പ്രിയപ്പെട്ട പൊന്നുമോള്. എന്തിനാ ഞാനിത് നിങ്ങളോട് പറയുന്നതെന്നറിയുമോ? അവൾക്ക് 2 വർഷമായി രോഗത്തിലാവള്. ചെറിയൊരു പനി വന്നു പോയതാ മുഅ്മിനെ, ചെറിയൊരു വയറുവേദന ഉണ്ടായതാ. 100 കണക്കിന് വരുന്ന മധുര മനോഹര സ്വപ്നം ഹൃദയത്തിൽ അകമ്പടി സേവിച്ച ആ പൊന്നുമോള് നുസൈബ എന്ന് പറയുന്ന പൊന്നുമോള് നന്നായി മതവിദ്യാഭ്യാസം നേടുകയും അതിന്റെ കൂടെ ഭൗതിക വിദ്യാഭ്യാസം നേടുകയും ചെയ്ത നുസൈബ എന്ന പൊന്നുമോള്. എന്റെ പ്രിയപ്പെട്ടവരെ, അടിക്കടി വരുന്ന പനിയുടെ കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴറിഞ്ഞത് വയറ്റിന്റെ അകത്ത് ക്യാൻസറിന്റെ അണുക്കൾ കടന്നു വന്നിരിക്കുകയാ, വൈറസുകൾ കടന്നു വന്നിരിക്കുകയാ. അങ്ങനെ 2 വർഷത്തോളമായി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് ആ പൊന്നുമോൾ എത്ര വേദനയാ സഹിച്ചത്, എത്ര കഷ്ടപ്പാടാ സഹിച്ചത്. കീമോ ചെയ്തിട്ട് തലയിലുള്ള എല്ലാ മുടിയും പോയാ പൊന്നുമോളത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഇടയിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്നു. ഒരു ചെറുപ്പക്കാരനെ കണ്ടുവച്ചിട്ട് ആ ചെറുപ്പക്കാരന് ഗൾഫിലാണ്. നുസൈബയെ നോക്കി ആ ചെറുപ്പക്കാരന് അതേ മണവാട്ടിയും മണവാളനുമായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട പ്രായമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നുസൈബ എന്ന് പറയുന്ന പൊന്നുമോളുണ്ടല്ലോ, 23 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോളുണ്ടല്ലോ, ഒരാഴ്ച മുമ്പാണ് ആ പ്രിയപ്പെട്ട വേദന കൊണ്ട് പിടയുന്ന പൊന്നുമോള് ഉപ്പയോട് പറയുന്നത്, സാധുവാണ് ഉപ്പ, പള്ളിയിൽ ഭക്ഷണം കൊണ്ടുവരുന്ന ജോലിയാണ് ഉപ്പക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ബാപ്പാ, എനിക്ക് അല്ലാഹുവിന്റെ കഅബ കാണണം ഉപ്പാ, എനിക്ക് ഹബീബിന്റെ ചാരത്തെത്തണം ഉപ്പാ, എനിക്ക് മദീന കാണണം ഉപ്പാ എന്ന് പറഞ്ഞപ്പോ നിവൃത്തിയില്ലാത്ത ആ പാവപ്പെട്ട മനുഷ്യൻ എവിടുന്നൊക്കെ കാഴ്ചകൾ സ്വരൂപിച്ചിട്ട് സംവിധാനമുണ്ടാക്കിയിട്ട് നുസൈബയും നുസൈബയുടെ പ്രിയപ്പെട്ട ഉപ്പയായ അൻസാർ എന്ന് പറയുന്ന നല്ല മനുഷ്യനുണ്ടല്ലോ, അൻസാരി എന്ന മനുഷ്യനോ, അതേ നുസൈബയുടെ ഉമ്മയായ ബുശ്രയും കൂടിയിട്ട് ഒരാഴ്ച മുമ്പാണ് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഉംറക്ക് പോയത്. എഴുന്നേക്കാൻ പോലും കഴിയുന്നുണ്ടായിട്ടില്ല. വെള്ളം പോലും കുടിക്കുമ്പോ പുറത്തേക്ക് വരികയാണ്. 23 വയസ്സുണ്ടാകുമ്പോ രാത്രി കാലത്ത് നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നിങ്ങൾ ഈ മംഗലാപുരം മുതല് ഒന്ന് കാസർഗോഡിന്റെ അങ്ങേ അറ്റം വരെ ഒന്ന് പോയാൽ അതേ തട്ടുകടകളിൽ ആരാണ്, ഹോട്ടലുകളിൽ ആരാണ് സ്വാഭാവികമായി യാത്ര ചെയ്യുമ്പോ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട്. രാത്രി ഉറക്കൊടിഞ്ഞുകൊണ്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോ ഭർത്താവ് ഗൾഫിലായിരിക്കാം, തന്റെ വീട്ടിൽ നിന്ന് വാഹനം എടുത്തിട്ട് ഒരാണുങ്ങളുമില്ലാതെ മക്കളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് സൗരവിഹാരം ചെയ്യുന്ന ഈ കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ പൊന്നുമോള് നുസൈബയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെ അതാ എന്നെ കാത്തു നിൽക്കുകയാണ്, എന്റെ അയൽവാസിയാണ്. ഞാൻ അവിടെ വെച്ചുകൊണ്ട് ആ പൊന്നുമോൾക്ക് ദുആ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഹറമിന്റെ മുറ്റത്തെത്തുകയാണ്. യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഫ്ലൈറ്റിൽ വെച്ചിട്ടൊരു ബുദ്ധിമുട്ടുമില്ല. നന്നായിട്ട് ഉംറ ചെയ്ത പ്രിയപ്പെട്ട നുസൈബയുടെ ഉപ്പ ഒരു ഉംറയെ ചെയ്തിട്ടുള്ളൂ, പിന്നെ മുഴുവനും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ കൂടെയാണ്. നന്നായി ഉംറകൾ
ചെയ്ത് അവസാനം കാരുണ്യത്തിന്റെ കേദാരമായ നമുക്ക് വേണ്ടി ചുണ്ടുകൊടുത്ത, നമുക്ക് വേണ്ടി പല്ലുകൊടുത്ത, നമുക്ക് വേണ്ടി ശരീരത്തിൽ നിന്ന് രക്തം കൊടുത്ത നമ്മുടെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, നമുക്ക് വേണ്ടി പട്ടിണി കിടന്ന നബി മുഹമ്മദ് മുസ്തഫ, നമുക്ക് വേണ്ടി വഫാത്തിന്റെ വേളയിൽ ഉമ്മത്തീന്ന് വിളിച്ച നബി മുഹമ്മദ് മുസ്തഫ, പരിശുദ്ധമായ ഖുബ്ബത്തുൽ ഖമറാ അവിടെ നടിച്ചു വീശുന്ന മന്ദമാരുതന്റെ തലോടേറ്റുകൊണ്ട് ശരീരം മുഴുവനും ക്യാൻസർ കടന്നു വന്ന് അവസാനത്തെ സ്റ്റേജിലാണ് നുസൈബ എന്ന പൊന്നുമോള്. അവൾ എവിടെയാ പോയതെന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹിന്റെ ചാരത്ത് പോയി സലാം പറഞ്ഞിട്ടാ പൊന്നുമോള് ഒരാഴ്ചയോളം എന്റെ പ്രിയപ്പെട്ടവര് ആ പരിശുദ്ധമായ ഹറമിന്റെ പരിശുദ്ധമായ റൗളയുടെ ചാരത്ത് അവിടെ ഒരു ബിന്ദുവായി അലിഞ്ഞു ചേർന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. ആ പൊന്നുമോള് വന്നപ്പോ ഞാൻ ആ വീട്ടിൽ പോയപ്പോ മകള് പറയാണ്, എന്നോട് ചോദിക്കുകയാണ്, പുറത്തൊന്നും പോകാൻ പാടില്ലല്ലോ ഉംറ കഴിഞ്ഞാല്. ഞാൻ പറഞ്ഞു, മോളെ ആവശ്യത്തിന് പോകുന്നതിന്റെ കൊണ്ട് എന്ത് കുഴപ്പാ ഉള്ളത്? ഞാൻ മനസ്സമാധാനം കൊടുത്തു. പക്ഷേ ഉംറ കഴിഞ്ഞ് വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പുറത്തിറങ്ങിയിട്ടില്ല. ഈ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ആ വെള്ളങ്ങൾ പുറത്തേക്ക് വന്നു. നിസ്കരിക്കാൻ പ്രയാസപ്പെട്ട പൊന്നുമോള് കിടന്ന കിടത്തത്തിൽ കൈകൊണ്ട് അന്യം കാണിച്ച് വുളൂ ചെയ്യുകയാ. എന്നിട്ടൊരു നിസ്കാരക്കാരിയെ പോലെ കിടക്കുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ പൊന്നുമോളെന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ വെള്ളിയാഴ്ച രാവാണല്ലോ. ആ വെള്ളിയാഴ്ച രാവ് ഏകദേശം 3 മണിയോടടുത്ത സമയത്ത് സ്വന്തമായി ഖിബിലന്റെ ഭാഗത്ത് കിടന്നിട്ട് തന്നെ നൊന്ത് പറ്റ ഉമ്മയുണ്ടല്ലോ, തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഉമ്മയുണ്ടല്ലോ, പാതിരാക്ക് ഞെട്ടിയുണർന്നാൽ ഇളങ്കവളിൽ ഉമ്മ തന്ന പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ. ആ ഉമ്മാന്റെ മുമ്പിൽ വെച്ച് ഉമ്മ ഞാൻ പോവുകയാ ഉമ്മ എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ നുസൈബ എന്ന പ്രിയപ്പെട്ട പൊന്നുമോള് ഞങ്ങളെ കൺമുമ്പിൽ വളർന്നു വന്ന പൊന്നുമോളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹയാ ഉള്ള പൊന്നുമോളാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നല്ല ശൈലിയിൽ ഓതിയ പൊന്നുമോളാണ്. പ്രിയപ്പെട്ട ഹുസൈൻ സൈദി ഉസ്താദിനറിയാ. ആ പ്രിയപ്പെട്ട ഹുസൈൻ സൈദി ഉസ്താദ് ജോലി ചെയ്യുന്ന സൗദിയിലെ പ്രിൻസിപ്പൽ ഉസ്താദ് അടക്കമുള്ളവര് ആ പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്തത്, ആ പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞത് ഇന്നത്തെ സായാഹ്ന പത്രമായ ലേറ്റസ്റ്റിൽ ഞാൻ ഇന്ന് വായിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു അത്ഭുതമാണ്. ഉംറ ചെയ്തിട്ട് അതേ മനസ്സ് നിറയെ പ്രവാചകനോടുള്ള ഇഷ്കോടുകൂടെ മരണപ്പെട്ടു പോയ നുസൈബ എന്ന് പറയുന്ന 23 വയസ്സുള്ള പൊന്നുമോളുടെ മരണം എന്റെ പ്രിയപ്പെട്ടവരെ മാതൃകയാക്കാൻ പറ്റുന്ന മരണമല്ലേ? അല്ലാഹുവേ, ആ പൊന്നുമോക്ക് നീ പുറത്തു കൊടുക്ക.